മാറിക്കിടി. ഇന്ന് രാവിലെ തന്നെ കുറച്ച് അന്നദാനം നടത്തി ഇന്നത്തെ ദിവസം അങ്ങ് തുടങ്ങാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് വാതിൽ തുറന്നപ്പോൾ തന്നെ രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. അന്നേരം ഒന്നും കൊടുത്തില്ല. ഇപ്പം ഞാൻ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. അവർക്ക് തീറ്റ കൊടുത്ത സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ ഞാനും കൂടി അങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ ചായ ഇട്ട് വെച്ചിട്ടാണ് അവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയത് കേട്ടോ. അംഗൻവാടി പോകേണ്ട സ്റ്റുഡൻറ്റ് ദേ ഇതുവരെ എഴുന്നേക്കാതെ കിടന്ന് ഉറങ്ങുവാണേ. ഉറക്കമൊന്നുമില്ല, ദേ കൈയൊക്കെ അനങ്ങുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടിയൊക്കെ പറയുന്നുണ്ട്. ഇനി അംഗൻവാടി കൊണ്ടുവിടാൻ പോകേണ്ട ആളിതാ നേരത്തെ ഇവിടെ എണ്ണീറ്റ് കിടപ്പുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. അകത്ത് അത്രയില്ലെങ്കിലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ഈ തണുപ്പത്ത് ചൂട് ചായ ഊതി ഊതി കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, ചായ പോയ വഴി വരെ അറിയുന്നുണ്ടേ. പൊന്നൂസിനെ വിളിച്ചെണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് അവളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ദേ അംഗൻവാടി പോകാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയിട്ടുണ്ടേ. ഇനി ഇവളെ അംഗൻവാടി കൊണ്ടുവിടലാണ് അടുത്ത പണി. അംഗൻവാടിയിലാണെങ്കിൽ കുറേ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് അംഗൻവാടി പോകാനൊക്കെ നല്ല ഇഷ്ടമാണേ. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇന്നിച്ചിരി നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് കുളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അംഗൻവാടിയിൽ പൊന്നൂസിനെ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കടയിൽ കയറി സാമ്പാർ കഷ്ണങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നൊരു കുഞ്ഞ് തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കണ്ടോ, കോവയ്ക്കയുടെ വലിപ്പം കണ്ടോ. ഈ കോവയ്ക്കൊക്കെ ഈ നാട്ടിൽ നിന്ന് തന്നെ കൃഷി ചെയ്ത് ഈ കടയിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണേ. വിഷമടിക്കാതെ നല്ല വലിപ്പമുള്ള കോവയ്ക്കാണേ. ജൈവവളം മാത്രം ഇട്ട് ഉണ്ടാക്കുന്ന കോവയ്ക്കാണ് കേട്ടോ. വൈകുന്നേരം പൊന്നൂസ് അംഗൻവാടിയൊക്കെ വിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നതും. അന്നേരം മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് മനഃപൂർവ്വം പൊന്നൂസ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുന്നത് കേട്ടോ. ഈ ക്യാരറ്റിൻ്റെ പുറമേയുള്ള ഈ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു തൊലിയില്ലേ, അത് നല്ല വിഷമാണെന്നാണേ പറയുന്നത്. അതുകൊണ്ട് നല്ലപോലെ അതങ്ങ് ചിരണ്ടി കളയാവേ. പിന്നെ ഈ വെള്ളരിക്കയുടെ തൊലിയുണ്ടല്ലോ, അത് നല്ല വൈറ്റമിനുള്ള സാധനമാണ്, നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ വിഷമിട്ട് ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും, കടയിൽ നിന്ന് മേടിക്കുന്നതല്ലേ, അതുകൊണ്ട് അതങ്ങ് മുറിച്ച് കളയുക കേട്ടോ. ഇതിനിടയിൽ ഞാൻ എന്താണ് തിന്നുന്നതെന്ന് വെച്ചാൽ വെള്ളരിക്ക കഷ്ണമൊന്നും അല്ല കേട്ടോ, നല്ല ചെണ്ടക്കപ്പയാണേ. ചൂടുള്ള ചെണ്ടക്കപ്പ കണ്ടില്ലേ ആവി പറക്കുന്നേ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ആകെപ്പാടെ 2-3 തക്കാളിയെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരെണ്ണം ദേ കണ്ടില്ലേ ചളുക്കോ പിളുക്കോ എന്നിരിക്കുന്നേ, ചീഞ്ഞതായിരുന്നു കേട്ടോ. പരിപ്പിടാത്ത സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. പരിപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, പിന്നെ ഗ്യാസും ആണല്ലോ, എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ കൊഴുപ്പിന് വേണ്ടി വഴുതനങ്ങയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടേ. അതെല്ലാം കൂടി ഇനി കുക്കറിലേക്ക് പെറുക്കി എടുത്തിട്ടുകൊണ്ടിരിക്കും കേട്ടോ. കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞു പോവാത്ത രീതിയിലുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തക്കാളിയും വെണ്ടയ്ക്കയും ഒന്നും സെപ്പറേറ്റ് ഇടുന്നില്ല, ഒന്നിച്ച് അങ്ങ് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഒറ്റ വിസിലിന് ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഈ വിരലുകൊണ്ട് ഒന്ന് കാണിച്ചത് ഒരു വിസിലെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ രാവിലെ തന്നെ ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, കുറച്ച് വാഴയ്ക്ക കിട്ടിയതാണേ. സാമ്പാറിൽ ഇടാൻ വേണ്ടി ഒരു വാഴയ്ക്ക എടുക്കാൻ വേണ്ടി ചെന്നപ്പം ഫുൾ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പച്ച കളറിൽ കാണുന്നതൊക്കെ റോബസ്റ്റ പഴമാണേ. ഈ താഴെ അടിയിൽ മഞ്ഞ കളറിൽ കാണുന്നതൊക്കെ സാമ്പാറിലിടുന്ന പച്ചക്കായാണ് കേട്ടോ. അതെല്ലാം വെന്തിട്ടുണ്ടേ. വെന്തിട്ടുണ്ടെന്നല്ല, എല്ലാം പഴുത്തിട്ടുണ്ട്. കുറച്ച് പൊടികളല്ലേ കഷ്ണത്തിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് ഒന്ന് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കാണാൻ ലുക്കില്ലെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് പുളിയും കായപ്പൊടിയൊക്കെ ഞാൻ ഇട്ടു കേട്ടോ, അതൊക്കെ ജസ്റ്റ് മിസ്. പിന്നെ ഇതേ വേറൊരു സംഭവം ഇവിടെ നടന്നേ. കുക്കറിൻ്റെ വിസിലടിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിപ്പെണ്ണി ഇങ്ങോട്ട് എണീറ്റ് വന്നായിരുന്നു കേട്ടോ. രാവിലെ കുളിപ്പിക്കാത്തതുകൊണ്ട് ഇനി കുളിപ്പിച്ചിട്ട് ഉറക്കിയിട്ട് വേണം ബാക്കി പണികളൊക്കെ ചെയ്യാൻ വേണ്ടി. കുറേ തുണിയൊക്കെ ഉണ്ട് വാഷ് ചെയ്യാൻ വേണ്ടി. പിന്നെ സാമ്പാറിൻ്റെ കൂടെ ഉണക്ക നങ്ക് വറുത്തുണ്ട് കേട്ടോ. സാമ്പാറും ഉണക്കമീൻ വറുത്തതും പൊളി. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് കിടത്തിയിട്ടാണ് ഞാൻ കുഞ്ഞാവേനെ കുളിപ്പിക്കുന്നത് കേട്ടോ. ഇത് പൊന്നൂസിനൊരു സ്വിമ്മിംഗ് പൂൾ പോലെ ചുമ്മാ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇരിക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നേ. നല്ലപോലെ കാറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത് സൈക്കിൾ പമ്പ് വെച്ച് കാറ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തു. കുഞ്ഞിൻ്റെ അടുത്ത ഉറക്കം ആകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ എന്നാൽ പിന്നെ ഒന്ന് കുളിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് സമയം എണ്ണയൊക്കെ തേച്ച് 2-3 മിനിറ്റൊക്കെ കിടത്തി 1-2 വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കുളിയെ. കുളിക്കാനുള്ള ഇഷ്ടമാണോ വെള്ളത്തോടുള്ള ഇഷ്ടമാണോ എന്നറിയത്തില്ല. ഏതായാലും കുളിക്കുമ്പോൾ മാത്രം കുഞ്ഞേതായാലും എന്നോട് സഹകരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഞാൻ ഉറക്കി കിടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണേ. ഇന്നലെ അലക്കിയിട്ട തുണിയാണ് ഞാനിപ്പോൾ ഈ പെറുക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി എടുത്ത് പെറുക്കി വെച്ചിട്ട് വേണം ഇന്ന് അലക്കിയിട്ട തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം കൂടി ഇനി വിരിച്ചിടണം. നട്ടുച്ച സമയമാണേ, എന്നാലും വെയിലിനങ്ങോട്ട് ശക്തി പോരാ. ഇതിനി നാളെ ആവും ഇതൊക്കെ ഇനി ഉണങ്ങി കിട്ടുമ്പോൾ. എത്രയും പെട്ടെന്ന് അലക്കി ഉണക്കി മടക്കിയും കൂടി കിട്ടുന്ന മെഷീൻ മേടിച്ചില്ലെങ്കിൽ ശരിയാവില്ല.
കാരണം ഈ അലക്കലും വിരിക്കലൊക്കെ എങ്ങനെയും ഒക്കെ അങ്ങ് നടക്കും. പക്ഷേ ഈ തുണി മടക്കലുണ്ടല്ലോ, എനിക്ക് ഇത്രയും മടി പിടിച്ച പണി വേറെ ഒന്നുമില്ല കേട്ടോ. മടക്കുന്ന മെഷീനൊക്കെ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞതാണേ, ചുമ്മാ. തുണിയെല്ലാം കൂടി ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ എനിക്കത് കണ്ടിങ്ങനെ നിൽക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, കുറച്ച് തുണി പോരാ, കുറേ തുണി ഇങ്ങനെ ഒന്നിച്ച് വിരിച്ചിട്ട് അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തുണി അലക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ഉറക്കി കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. തുണിയൊക്കെ അലക്കി ക്ഷീണിച്ച് കഴിഞ്ഞപ്പം കുറച്ച് മിച്ചറുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ ഒരു റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു കേട്ടോ, അതും കഴിച്ചേ. ബ്രൂണോക്കുട്ടനെ കുറച്ച് സമയത്തേക്ക് കൂട്ടിയിൽ നിന്ന് മോചിപ്പിച്ചപ്പോഴത്തേക്കും അവനതാ ഇവിടെ വന്നിരുന്ന് വെയിൽ കായുവാണേ. കൂടെ കുഞ്ഞാപ്പിയുണ്ടേ. രണ്ടുപേരും ഇരിക്കുന്ന കണ്ടാൽ കൂട്ടുകാരാന്ന് തോന്നും, പക്ഷേ ആജന്മ ശത്രുക്കളാണേ. സമയം ഇപ്പം 3:20 ആയിട്ടുണ്ടേ. പൊന്നൂസിനെ അംഗൻവാടിയിൽ നിന്ന് തിരിച്ചു കൂട്ടിക്കൊണ്ട് വരേണ്ട സമയം ആയിട്ടുണ്ടേ. പയ്യെ ഞാനും കുഞ്ഞാവയും കൂടെ ഇറങ്ങി നടക്കുവാണേ അംഗൻവാടിയിലേക്ക്. അംഗൻവാടിയിൽ ചെന്ന് പൊന്നൂസ് ഞങ്ങളെ കണ്ടപ്പോൾ എക്സ്പ്രഷൻ ഇടുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തായിരുന്നു, പക്ഷേ അത് എന്തോ ഫോണിൽ റെക്കോർഡായില്ല കേട്ടോ. ഇത് തിരിച്ച് വരുമ്പോൾ എടുത്ത വീഡിയോ ആണേ. കറക്റ്റ് സ്കൂളും കൂടി വിട്ട സമയമായിരുന്നു കേട്ടോ. പരിചയത്തിലുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നേ, ഏഞ്ചൽ എന്നാണേ പേര്. അവളാണെങ്കിൽ കുഞ്ഞാവേനെ കണ്ടപ്പോൾ തന്നെ എടുത്തു കേട്ടോ. എന്ത് ചെയ്യാനാ, ഞങ്ങൾക്കൊക്കെ ബിഗ് ഫാൻസ് ഉണ്ടായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണേ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.